മലയാള സിനിമയിൽ തന്റേതായ ഇടം നേടിയ ശക്തയായ ഒരു അഭിനേത്രിയുടെ കുട്ടിക്കാലത്തുള്ള ചിത്രമാണിത്. ആളെ മനസ്സിലായോ? അഭിനയ മികവ് കൊണ്ടും സാമൂഹിക വിഷയത്തിലുള്ള വ്യക്തമായ നിലപാടുകൾ കൊണ്ടും ശ്രദ്ധേയായ നടി പാർവതി തിരോത്താണിത്. ഔട്ട് ഓഫ് സിലബസ് എന്ന 2006 പുറത്തിറങ്ങിയ ചിത്രത്തിലൂടെയായിരുന്നു പാർവതി അഭിനയ രംഗത്തെത്തുന്നത്. നോട്ട്ബുക്ക്, സിറ്റി ഓഫ് ഗോഡ്, മരിയാൻ, ബാംഗ്ലൂർ ഡേയ്സ്, എന്ന് നിന്റെ മൊയ്തീൻ, ചാർലി, ടേക്ക് ഓഫ്, ഉയരെ എന്നീ ചിത്രങ്ങളിൽ പാർവതി അഭിനയിച്ച കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. 2015 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ എന്ന് നിന്റെ മൊയ്തീൻ, ചാർലി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു. ടേക്ക് ഓഫിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള 2017 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും പാർവതിക്ക് ലഭിച്ചു. ഹൃതിക് റോഷന്റെ ആദ്യ നിർമ്മാണ സംരംഭമായ സീരീസിൽ പ്രധാന വേഷം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പാർവതി. മുംബൈ പശ്ചാത്തലമായി ഒരുങ്ങുന്ന സ്റ്റോം എന്ന പേരിട്ടിരിക്കുന്ന ത്രില്ലർ പരമ്പര ആമസോണിലാണ് പുറത്തിറങ്ങുക. ദിലീഷ് പോത്തനൊപ്പം പ്രധാന വേഷത്തിലെത്തുന്ന ഡോൺ പാലത്തറയുടെ പുതിയ ചിത്രത്തിലും പാർവതിയുണ്ട്. ചിത്രീകരണം നവംബറിൽ ആരംഭിക്കും. ദിലീഷിനെയും പാർവതിയെയും കൂടാതെ രാജേഷ് മാധവൻ, അർജുൻ രാധാകൃഷ്ണൻ എന്നിവരും ചിത്രത്തിലുണ്ട്. അടുത്തിടെ നടിയുടെ ഹാലോവിൻ ലുക്കിലുള്ള ഫോട്ടോഷൂട്ടും ശ്രദ്ധ നേടിയിരുന്നു. ദ ഡേറ്റി മാഗസിന് വേണ്ടി ചെയ്ത ഫോട്ടോഷൂട്ടിലെ ചിത്രങ്ങളാണ് പാർവതി പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.